ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ആ ബൈക്കാരും മൈൻഡ് ചെയ്യേണ്ട. ഇതെൻ്റെ കസിൻ്റെ റൂമാണ് കേട്ടോ. അവൻ്റെ ഓരോരോ കലാവിരുതുകളാണത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നല്ല ചൂടാണ് കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ. ചൂടെടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ, പ്രത്യേകിച്ചും നമ്മുടെ ഷെഡിൽ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യമില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കാക്കയും പൂച്ചയുടെയും ശല്യം കാരണം ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഞാൻ മുടി ഇങ്ങനെ പിടിക്കുന്ന ഒരു മൈൻഡ് ഉണ്ട് കേട്ടോ. ഞാൻ പരമാവധി മുടി പിടിക്കാതെ നോക്കാം, നിങ്ങൾക്ക് കാണുന്നവർക്ക് ഇറിറ്റേഷനാണെന്ന് ഞാൻ കമൻസിൽ ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പം യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ മെസ്സേജ് അയച്ചും കമൻറ്റ് ഇട്ടും ചോദിക്കുന്നുണ്ട്, വീട് പണി എന്തായി, എവിടെ വരെ ആയി, വീട് പണി നിർത്തി വെച്ചാൽ എന്താ ഇപ്പോൾ വീട് പണി വീഡിയോയിൽ കാണിക്കാത്തതെന്നൊക്കെ. കുറേ പേരിങ്ങനെ കൂടുതലും ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ. അതായത് പേഴ്സണലി മെസ്സേജ് അയക്കും എനിക്ക്. കുറേ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, കുറേ പേർക്ക് റിപ്ലൈ കൊടുക്കാതെ അങ്ങനെ കിടക്കുന്നുണ്ട്. റിക്വസ്റ്റിൽ ഒരുപാട് മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. നമ്മുടെ ഷോർട്സിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നതാണല്ലോ വീട് പണി ഇത്രയായി അത്രയായി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് കാണാഞ്ഞിട്ടാണ് ചോദിച്ചത്. എല്ലാവരും ചോദിച്ചതിൽ ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ വീട് പണിയുടെ കാര്യമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഓർത്ത് വെച്ച് ചോദിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമാണ്. അപ്പം ശരിക്കും എന്താ സംഭവം എന്ന് വെച്ചാൽ, വീട് പണി നമ്മൾ നിർത്തി വെച്ചിട്ടൊന്നുമില്ല, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഓരോരോ പണികളായിട്ട് വീഡിയോയിൽ കാണിക്കാഞ്ഞത്, അതായത് അപ്ഡേറ്റ് ചെയ്യാഞ്ഞത്, തേപ്പ് കഴിഞ്ഞ് വൈറ്റ് വാഷൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റെയറൊക്കെ റെഡിമെയ്ഡാണല്ലോ വെക്കുന്നത്, എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കാണിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പം അത്രയും ഫിനിഷായ വർക്ക് നിങ്ങൾക്ക് കാണിക്കാമല്ലോ. അല്ലാണ്ട് കുറേശ്ശെ എനിക്ക് എടുക്കാനുള്ളൊരു സമയവും കിട്ടാറില്ല. ഒന്നാമത് ഈ വെയിലത്ത് ഓടി അങ്ങോട്ട് പോയി വീഡിയോ എടുക്കണം. എൻ്റെ പൊന്നോ, ചൂട് ചെയ്യാൻ പറ്റില്ല, അൺസഹിക്കബിളാണ്. നമുക്ക് ആ ഷെഡിൽ ഒരു 5 മിനിറ്റ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഇനി അകത്തിരുന്ന് ഫാനിട്ടാലും ഈ പൊള്ളുന്ന പോലെയാണ്. ഫാനിൽ നിന്ന് വരുന്നത് ഭയങ്കര ചൂട് കാറ്റാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിൻ്റെ അകത്ത് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്ത് ചെയ്യാനും നമുക്ക് അവിടെ ഇരുന്നല്ലേ പറ്റത്തുള്ളൂ, വേറെ അങ്ങോട്ട് ഓടി പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം വീട് പണി നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാതെ മാഷാ അല്ലാഹ് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഫണ്ടിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നായിരുന്നു നമുക്ക്. പക്ഷെ നമുക്ക് അതായത് പൈസ തീർന്നു, ഇനി അടുത്ത എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ പടച്ചോൻ വേറൊരു വഴി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് തന്നെ പടച്ചോനോട് ഒരുപാട് നന്ദി. കാരണം യൂട്യൂബിൽ നിന്ന് എല്ലാ മാസവും കിട്ടുന്ന നമ്മൾ വീട് പണിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും ഓരോ മാസം കിട്ടുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നതോറും നമുക്ക് വീട് പണി അത്രയും ലേറ്റ് ആവും. നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞ മഴ സമയത്ത് നമ്മൾ അനുഭവിച്ചത് എന്താണെന്നൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് അറിയാം. കാറ്റും മഴയും വന്നാൽ നല്ല പാടാണ് അതിൽ താമസിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇനി മഴക്കാലം വരുവാണ്. മഴക്കാലം എന്നൊക്കെ പറയുമ്പം നമുക്ക് സന്തോഷം തന്നെയാണ്. അതായത് ചൂട് കുറഞ്ഞിട്ടും നല്ല കാലാവസ്ഥ. പക്ഷെ ഞങ്ങളെ അപേക്ഷിച്ച് മഴക്കാലം എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു നെഞ്ചിടിപ്പാണ്, പ്രത്യേകിച്ചും എനിക്ക്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നേരിടുന്നത്, കഴിഞ്ഞ വർഷം. പിന്നെ നമ്മുടെ ആ ഷെഡിൻ്റെ മുകളിൽ മരം വീണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത്. ഷെഡിൻ്റെ മുകളിൽ മരം വീണിട്ട് ആകെ പ്രശ്നമായിരുന്നല്ലോ. ഭാഗ്യത്തിന് പടച്ചോൻ്റെ കാവലുകൊണ്ട് നമുക്ക് ആർക്കും ഒന്നും പറ്റിയില്ല. നാത്തൂനും പിള്ളേരൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അതുകൊണ്ട് നാത്തൂന് ഇപ്പോൾ വെക്കേഷന് നിൽക്കാൻ വാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തന്നെ നാത്തൂന് പേടിയാണ്, മരം വീഴുക, കാറ്റടിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത്. കാരണം കാറ്റടിച്ചാൽ ഭയങ്കര പാടാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത്രയും പെട്ടെന്ന് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഹൗസ് വാമിങ് നടത്താൻ നല്ല ആഗ്രഹമുണ്ട്. നടക്കുകയെന്ന് അറിയത്തില്ല. എല്ലാം പഠിച്ചോണ്ട് ഇതുപോലെ. കാരണം കല്യാണത്തിനും വീട് പണിക്കും അതായത് ഹൗസ് വാമിങ്, പെരവാസ്തലി എന്നാണ് എൻ്റെ നാട്ടിൽ പറയുന്നത്. അതുകൊണ്ടാട്ടാ പെട്ടെന്ന് അങ്ങനെ വന്നത്. അതിനൊക്കെ ഓരോ സമയം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. നമ്മൾ എത്ര തലകുത്തി പറഞ്ഞാലും സമയമാവാതെ ഒന്നും നടക്കത്തില്ല. അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ നിന്ന് എല്ലാ മാസം കിട്ടുന്ന പേയ്മെൻറ്റും ഉണ്ട്. ഇനി മുന്നോട്ടുള്ള പണി നടക്കുകയെന്ന് ചോദിച്ചാൽ നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇനിയുള്ള പണികളിലൊക്കെ വലിയ എമൗണ്ടുകൾ വേണം. ടൈൽസിനാണെങ്കിലും വയറിങ്ങിനാണെങ്കിലും പ്ലംബിങ്ങിനാണെങ്കിലും ഒക്കെ 1 ലക്ഷത്തിൽ കൂടുതൽ വേണമെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, അതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം വീട് പണി എന്താണെന്നോ വീട് പണി എങ്ങനെയാണെന്നോ ഒന്നും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. നമ്മൾ സ്വന്തമായിട്ടൊരു വീട് പണി തുടങ്ങിയപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. ഇതിങ്ങനെയൊക്കെയാണല്ലോ, ഇതിലിങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് മനസ്സിലായത്. പിന്നെ എന്തായാലും ഒരു വീട് വെക്കണമെങ്കിൽ നല്ല പൈസ വേണമെന്ന് അറിയായിരുന്നു. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഇടക്കുണ്ടെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ കട്ട് ചെയ്യാതെ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ സംസാരിച്ച് പോകണം കേട്ടോ. അതാകുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് കഴിയാമല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
അപ്പോൾ നമ്മൾ നമുക്ക് ഓരോ പൈസയുടെ ഷോട്ട് വരുമ്പോഴും ഓരോ വഴികൾ പടച്ചോൻ കാണിച്ചു തരും. നമ്മളെ കുറച്ച് ഗോൾഡ് കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ട് ഇപ്പം മാഷാള്ള പണി ഇങ്ങനെ ഇപ്പം തേപ്പ് കഴിഞ്ഞ് വൈറ്റ് വാഷ് അടിച്ച് നമ്മൾ സ്റ്റെയർ വെച്ചിട്ടുണ്ട്. അത് ഫിനിഷ് ആയിട്ടൊന്നുമില്ല, എൻ്റെ ബാക്കി പണികൾ അങ്ങനെ കിടക്കുവാണ്. എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ വീട് പണിയെക്കുറിച്ച് അന്വേഷിക്കുന്ന അത്ര ആകാംക്ഷയോടെ ഇരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഞങ്ങളെപ്പോലെ തന്നെ പെട്ടെന്ന് അതിലോട്ട് താമസമാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പടച്ചവനോട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഞങ്ങളൊപ്പം ഒരുപാട് പേരുണ്ട് പ്രാർത്ഥിക്കാൻ. അതെനിക്കറിയാം. കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ മഴ വന്നാലും കാറ്റ് വന്നാലും ഫസ്റ്റ് നിങ്ങളെയാണ് ഓർക്കുന്നത്. പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ടെൻഷനും പേടിയാണ് നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ. അങ്ങനെയൊക്കെ മെസ്സേജ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മുടെ ഫാമിലിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാറ്റും മഴയും വന്ന് എല്ലാവരും വിളിച്ച് ചോദിക്കും ഓക്കെ അല്ലേ നിങ്ങൾ ഇങ്ങോട്ടും അവിടെ ഇരിക്കണ്ട ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞ് എല്ലാവരും വിളിക്കും നമ്മളെ. അപ്പം കഴിഞ്ഞ മഴക്കാലത്താണെങ്കിൽ ഞങ്ങൾ അങ്ങനെ നമ്മുടെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ ഭയങ്കര കാറ്റടിച്ചപ്പോഴത്തേക്കും പോയിരുന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ് വിഷയം മാറി കാറ്റിലും മഴയിലോട്ടും പോയില്ല. അപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ നമ്മൾ വീട് പണിയൊന്നും നിർത്തി വെച്ചിട്ടില്ല, നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം വന്നു. കാരണം നമ്മുടെ കിണറ്റിൽ ഈ ഒരു വേനൽക്കാലം ആയാൽ വെള്ളം കാണത്തില്ല. മഴ പെയ്ത് പഠിച്ചോനെ വെള്ളം താന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം മഴക്കാലം വന്നാൽ ഈ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഫേസ് ചെയ്യണമല്ലോ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് 2 മഴ എന്തോ പെയ്തപ്പോൾ കുറച്ച് വെള്ളം കിട്ടി. അല്ലാതെ നമ്മുടെ തൊട്ടപ്പുറത്ത്, അതായത് ഞാൻ പല വീടുകളിലും കാണിച്ചിട്ടുണ്ട്, 3 വീട് പണികൾ ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നുണ്ടല്ലോ. അതിൽ നമ്മുടെ തൊട്ട് ബാക്കിലുള്ള വീട്ടിലെ ആ ചേട്ടനോട് നമ്മൾ ചോദിച്ചിട്ട് അവർ നമുക്ക് അങ്ങനെ 1-2 പ്രാവശ്യം വെള്ളം തന്നായിരുന്നു. അവരുടെ കിണറ്റിലുണ്ട്, നമ്മുടെ കിണറ്റിൽ വെള്ളം വറ്റിയപ്പം അങ്ങനെ വെള്ളം തന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നു. ഈ വീട് പണിക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടതാണ് വെള്ളം. കുറേ വെള്ളം നമുക്ക് വേണം. തേപ്പിനാണെങ്കിലും എന്തിനാണെങ്കിലും വെള്ളം നല്ലോണം വേണം. ഒരു ദിവസം ഞങ്ങൾ വീട്ടിലേക്ക് വെള്ളം അടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വെള്ളം നിന്ന് പോയി. അപ്പോൾ ആകെ ടെൻഷനായി. കാരണം പണിക്കാരോട് നമുക്ക് വരണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. വെള്ളം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ വരണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് വീട് പണി തീർക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ്. വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, മാഷാല്ലാ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കിണറിൽ. പിന്നെ നമ്മുടെ വീട് പണിയുടെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ ഓരോന്ന് കഴിയും തോറും നമുക്കിങ്ങനെ സന്തോഷമാണ് കേട്ടോ. കുറേ നാളത്തെ നമ്മുടെ ആഗ്രഹമല്ല, ഞങ്ങളെക്കാൾ, അതായത് എന്നെ ഷിനാജിനേക്കാൾ ഉമ്മാൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ് ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്വപ്നമാണ്. എനിക്ക് പിന്നെ ആ സ്വപ്നം ഉണ്ടായി തുടങ്ങിയത് ഷിനാജിനെ പ്രേമിച്ച് തുടങ്ങിയപ്പോഴാണ്. നല്ലൊരു വീട് വേണം, നമുക്ക് 2 പേർക്കും കൂടെ ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് വീട് വെക്കണം, കല്യാണം കഴിഞ്ഞാൽ എന്തായാലും, അങ്ങനെ ഒരു ഇതൊക്കെയായിരുന്നു. എന്തായാലും പടച്ചോൻ നല്ലൊരു വഴി കാണിച്ചു തന്ന് നമ്മുടെ വീട് പണി ഏകദേശം കഴിയാറായി. ഹൗസ് വാമിങ് എപ്പോൾ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അതെനിക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇനി ടൈൽസിൻ്റെ പണിയാണ്. ഇപ്പോഴത്തെ ഞങ്ങൾ ടൈൽസ് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്, നോക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പം പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്തായാലും ടൈൽസിൻ്റെ പണി തുടങ്ങണം. ഇതുവരെ എന്തൊക്കെ പണികളാണ് കഴിഞ്ഞതെന്നുള്ളതൊക്കെ ഞാനിങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. തേപ്പിൻ്റെതും വൈറ്റ് വാഷിൻ്റെതും നമ്മൾ സ്റ്റെയർ വെച്ചതൊക്കെ. അപ്പം അതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. പ്രൊമോഷൻ വീഡിയോസ് കാണുമ്പോൾ കുറേ പേര് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നുണ്ട്. ഞാൻ പല വീഡിയോസിലായിട്ട് ഇങ്ങനെ പറയണമെന്ന് ഓർക്കും, പിന്നെ ഞാനതങ്ങ് മറന്നു പോവും. നമുക്കിപ്പോൾ പൈസക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സമയമാണ്. എന്ന് വെച്ച് പൈസക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പ്രൊമോഷൻസ് വരുമ്പോഴത്തേക്കും അത്രയും നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രമേ ഞാനത് എടുക്കാറുള്ളൂ. കാരണം നിങ്ങളോട് റെക്കമെൻഡ് ചെയ്ത് നിങ്ങളത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ആയാൽ എനിക്ക് തന്നെയാണ് അതിൻ്റെ മോശം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ നാത്തൂൻ്റെ കോൾ വന്നിട്ട് അതാ കട്ടായിപ്പോയത്. ഭയങ്കര ചൂടാണ് കേട്ടോ. ഇവിടെ ഫാൻ ഇട്ടാൽ നിങ്ങൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് ഇങ്ങനെ വിയർത്ത് വലിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പൈസക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് എന്ത് സാധനമാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് അത് ഞാൻ യൂസ് ചെയ്തിട്ട് മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. അതായത് പ്രൊമോഷൻ്റെ ബേസിൽ ഞാൻ സാധനം വാങ്ങും, നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും, അതവിടെ കളയും, അങ്ങനെയില്ല. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ നാത്തൂമാർക്ക് കൊടുക്കാറുണ്ട്, മക്കൾക്ക് കൊടുക്കാറുണ്ട്, എൻ്റെ വീട്ടിൽ കൊടുക്കാറുണ്ട്, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും ഉറപ്പുള്ള സാധനം മാത്രമേ ഞാൻ നിങ്ങളോട് പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. പിന്നെന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ പ്രൊമോഷൻസ് വീഡിയോസ് അടുപ്പിച്ച് വരുന്നത് ഷോർട്സിൽ ഇന്നും അത് നാളെ ഇത് മറ്റന്നാൾ അത് വരുന്നത് എൻ്റെ കുറ്റം കൊണ്ടല്ല. കാരണം അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും, അവർ ഇന്ന ദിവസം പോസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ മാത്രമേ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നു പോകുന്നതാണ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഞാൻ ആദ്യമേ വിചാരിച്ചൊരു കാര്യമാണ്, ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും വാരി എടുക്കണ്ട, ഒരു 1, 2, 3 ഒക്കെ മതി മാസത്തിൽ, അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് പൈസയുടെ ടൈറ്റ് വന്നപ്പോഴത്തേക്കും നല്ല സാധനങ്ങളെന്ന് തോന്നിയത് മാത്രം ഞാൻ അങ്ങനെ എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലാരും നെഗറ്റീവ് വിചാരിക്കരുത്. നമ്മൾ ഒരിക്കലും കൊള്ളാത്തൊരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്തിട്ടില്ല നിങ്ങളോട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് ചെയ്യാമായിരുന്നു. നല്ല പൈസയുടെ ഓഫർ വന്നിട്ട് ഈ വൈറ്റനിങ് ക്രീം, ഹെയർ ഓയിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട്. എത്ര രൂപ വേണേലും തരാമെന്നും പറഞ്ഞു. പക്ഷെ ഞാനത് എടുത്തിട്ടില്ല. കാരണം എനിക്കറിയാം വൈറ്റനിങ് ക്രീം എൻ്റെ ജീവിതത്തിൽ ഞാൻ യൂസ് ചെയ്യാത്തൊരു സാധനമാണ്. എനിക്ക് അതിനോട് താല്പര്യമില്ല. എന്തിനാണ്
നമ്മൾ ഈ കണ്ണി കണ്ട ക്രീമൊക്കെ വാരി തേച്ച് വെളുപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഈ വൈറ്റനിങ് ക്രീം എന്ന് പറയുമ്പോൾ നല്ല ബാഡ് എഫക്റ്റ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാനത് ഇതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഹെയർ ഓയിൽ ആണെങ്കിൽ പോലും ഞാൻ യൂസ് ചെയ്ത് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങളോട് പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്ത പ്രൊഡക്റ്റ് ഞാൻ അവരോട് ചെയ്യത്തില്ല എന്ന് വരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നെ അത്രയും വിശ്വസിച്ച് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളെ ചതിച്ചിട്ട് പൈസ ഉണ്ടാക്കേണ്ട ഒരു ഇത് ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഇതിൽ പറയുന്നത്, ഇപ്പോൾ വീട് പണി ഉള്ളതുകൊണ്ടാണ് അത്യാവശ്യം പ്രൊമോഷൻസ് ഞാനെടുത്ത് ചെയ്യുന്നത്. നമ്മുടെ വീട് പണി തീർക്കുക എന്നത് ഏറ്റവും വലിയ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക്. പിന്നെന്താ, അയ്യോ നിർത്താതെ വർത്താനം പറഞ്ഞിട്ട് ശ്വാസം മുട്ടുന്നുണ്ട്. അപ്പം ചൂടെടുത്തിട്ട് ഞാനിവിടെ നൂറ്റിരിക്കുവാണ് കേട്ടോ. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ എന്തായാലും ഈ വണ്ണം കൂടാൻ, വണ്ണം കുറയാൻ ആ പൊടി കഴിക്കണം, ഈ പൊടി കഴിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കുറേ പേര് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഞാനത് യൂസ് ചെയ്തില്ല. ഞാൻ യൂസ് ചെയ്താലേ നിങ്ങളോട് എനിക്ക് അതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ ആരും തെറ്റിദ്ധരിക്കാതിരിക്കുക. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോട്ടെ. നിങ്ങൾ പോയിട്ട് വീട് പണി എന്തായി, എവിടെ വരെ എന്നൊക്കെ പോയി കണ്ടിട്ട് പോവുക. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കണേ. അപ്പോൾ ഓക്കെ. തേപ്പ് തുടങ്ങി ഏകദേശം ഇത്രയും ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. ഏകദേശം കഴിയാനായപ്പോഴത്തേക്കും നമ്മൾ മുകളിൽ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫ്ലോർ പ്ലാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. 3D ഒന്നും അങ്ങനെ ചെയ്യിച്ചിട്ടില്ലല്ലോ. അപ്പം ഈ ഓരോ ഷോവാളും ജനലിൻ്റെ പോർഷനും ഓരോരോ സ്ഥലവും എങ്ങനെ വേണം ഏത് വേണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ഞാൻ തന്നെയാണ് ഫുള്ള് യൂട്യൂബിലൊക്കെ കണ്ടുപിടിച്ച ഓരോ മോഡൽസ്. അതങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം എന്നൊക്കെ. എന്നിട്ട് ഞാൻ ഷിനാജിനും ഉമ്മാക്കും കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഓരോ മോഡലാക്കുന്നത്. അല്ലാണ്ട് നമുക്കൊരു 3D പ്ലാൻ ഇല്ല. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്നും പിൻട്രസ്റ്റിൽ നിന്നും ഒക്കെ റെഫറൻസ് എടുത്തിട്ടാണ് ഓരോരോ, അതായത് ഈ ഷോവാളും ആ സൈഡിൽ ആ ലൈൻ ഇട്ടതും ഒക്കെ അങ്ങനെ ആക്കിയത്. പിന്നെ നമ്മളിങ്ങനെ വഴി കൂടെ പോകുമ്പം, അതായത് റോഡിൽ കൂടെ എവിടെയെങ്കിലും പോകുമ്പം ഏതെങ്കിലും വീട് പണി നടക്കുന്ന കാണുവാണെങ്കിൽ അത് ജസ്റ്റ് കുറച്ച് നേരം വണ്ടി നിർത്തി ഒന്ന് നോക്കുക, അതിൽ നിന്ന് എന്തെങ്കിലും അടിച്ച് മാറ്റാൻ പറ്റുന്നുണ്ടാന്ന്. അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ആക്കിയത്. അപ്പോൾ ഇത് ഫുള്ളും അകമൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. തേച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഭംഗി തോന്നി കേട്ടോ. വീട് കുറച്ചുകൂടെ വലിപ്പം വെച്ച പോലെ തോന്നി. ബാത്റൂമാണ് ഇന്നലെയാണ് കെട്ടിയത്. അപ്പോൾ ഇനി എന്തായാലും ഇന്ന് വ്യാഴം, ശനിയാഴ്ച വൈറ്റ് വാഷിന് ആൾ വരും. പിന്നെ നമ്മൾ റെഡിമെയ്ഡാണല്ലോ സ്റ്റെയർ, അതും ശനിയാഴ്ച കൊണ്ട് വെക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും വൈറ്റ് വാഷും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കുറേ പേര് ചോദിക്കുന്നുണ്ട് വീട് പണി നിർത്തി വെച്ചോ എന്ന്. ഞാൻ കുറച്ച് പണികളായിട്ട് കാണിക്കാമല്ലോ ഓർത്തിട്ടാണ് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാഞ്ഞതും കാണിക്കാഞ്ഞതും. ഇത് പിന്നെ കബോർഡിൻ്റെ ആ പണിക്ക് ആൾക്കാർ വന്നപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അതായത് ഫെറോ സിമെൻറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച മോഡലൊക്കെ ഇങ്ങനെ ഫോട്ടോസ് അയച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ അവിടെ മാത്രം ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്. നമ്മുടെ കുഴപ്പം കൊണ്ടാണ്, അവരുടെ അല്ല. കാരണം ഇങ്ങനെയല്ല ഞാനത് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതങ്ങനെ ആയിപ്പോയി. അതൊക്കെ പിന്നീട് ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത് ഉമ്മാൻ്റെ റൂമിലെ കബോർഡാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ റൂമിലെയാണ് ഇതും. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സ്പേസ് ഇത് ചെയ്ത് വരുമ്പം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അത്യാവശ്യം സ്പേസോടെ തന്നെയാണ് നമ്മൾ കബോർഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അവർക്ക് കുറച്ച് നേരത്തെ പണി ഉണ്ടായിരുന്നുള്ളൂ. 2-3 മണിക്കൂറത്തെ പണി കഴിഞ്ഞിട്ട് അവരങ്ങനെ പോയി. തേപ്പിൻ്റെ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു. അതാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതേ വൈറ്റ് വാഷ് ഒരു കോട്ട് അവർ അടിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് കോട്ടും കൂടെ അടിക്കുമ്പോഴായിരിക്കും ആ ഒരു ഫിനിഷിങ് തോന്നുന്നത്. അത് മറ്റേ പുള്ളിനോട് പറയാം. ഈ ഒരു കബോർഡിൻ്റെ പണി കഴിഞ്ഞതുകൊണ്ട് റൂമിൻ്റെ അവിടെയൊക്കെ നല്ല രീതിക്ക് വേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഫുള്ള് പണി തീർന്നിട്ട്, അതായത് വൈറ്റ് വാഷും എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഇട്ടേക്കുവാണ്. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഉമ്മ തന്നെയാണ് കേട്ടോ അത് ഫുള്ള് ക്ലീൻ ചെയ്തത്. ഇത് നമ്മുടെ വാഷ് ബേസിൻ ഏരിയയും പിന്നെ കുറച്ച് പാത്രങ്ങൾ വെക്കാനുള്ളൊരു സെറ്റപ്പാണ്. പക്ഷേ ഇത്രയും വീതിയിൽ ആ പാത്രങ്ങൾ വെക്കാനുള്ളൊരു സെറ്റപ്പ് കൊടുക്കാനല്ല ഞാൻ വിചാരിച്ചിരുന്നത്. എൻ്റെ മനസ്സിൽ വേറെ ആയിരുന്നു. പക്ഷെ അതങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ മോഡൽ ചെയ്യാൻ നോക്കണം. ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ ആ ജനലില്ല, ജനലിൻ്റെ തൊട്ട് താഴെ നമ്മൾ ചെടി വെക്കാനുള്ള ഒരു സെറ്റപ്പും പിന്നെ മെയിൻ സ്റ്റെപ്പും കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം ഇതെല്ലാം കൂടെ ഒരു അവിയൽ പരുവത്തിലാണെന്ന്. ഞാൻ കുറച്ച് പണി നടക്കുമ്പോഴും പിന്നെ ആ പണി ഫിനിഷ് ആകുമ്പോഴും അങ്ങനെ പോയി ഓരോ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതേ സ്റ്റെപ്പ് ഫുള്ള് കെട്ടിക്കഴിഞ്ഞ് പിന്നെ ഈ ഒരു ഡിസൈൻ ഷിനാജിന് വേണമെന്നുണ്ട് അങ്ങനെ ആ ഒരു കട്ടിങ് അവിടെ കൊടുത്തതാണ്. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അതവിടെ പെയിൻറ്റിങ്ങിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് വൈറ്റ് സിമെൻറ്റ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സ്റ്റെയറിൻ്റെ ആൾക്കാർ വന്ന് ഇത് ഇത്രയും ഫിറ്റ് ചെയ്ത് പോയി. ഇനി പിറ്റേ ദിവസം വന്നിട്ടാണ് അവർ അതിൻ്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ വഴിയേ കാണാം.
നമ്മുടെ സ്റ്റെയറിൻ്റെ പണി ഫിനിഷ് ആയിട്ടില്ല കേട്ടോ. ഇതിൽ ഇനി വുഡൺ പീസൊക്കെ വെച്ചിട്ട് ഒന്നും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു ഭംഗി കിട്ടും. കുറേ നാളായി കേട്ടോ ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടിട്ട്. സ്റ്റെപ്പില്ലാത്തതുകൊണ്ട് എനിക്ക് എണീ കയറാൻ പേടിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പോയി ഒന്ന് കാണട്ടെ. കുറേ ആയി കയറിയിട്ട്. മുകളിൽ നിന്നുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ എടുത്തപ്പോൾ ഞാൻ എവിടെയെങ്കിലും വീഴും. അപ്പോൾ ഞാൻ മുകളിൽ ചെന്നിട്ട് കാണിക്കാം. നമ്മുടെ മുകളിലത്തെ റൂം ആരും കണ്ടിട്ടില്ലല്ലോ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ശനിയാഴ്ച അവിടെ നനക്കും, എന്നെ മിക്കവാറും നനക്കും. വാവ്, ആകെ അലങ്കോലമായിട്ട് കിടക്കുവാണ്. മുകളിൽ ഷീറ്റാട്ടോ നമ്മളിട്ടിരിക്കുന്നത്, വാർത്തിട്ടില്ല. ഈ ജനൽ നല്ല ഭംഗിയില്ല. ഞങ്ങൾ താഴത്തെയൊക്കെ ജനൽ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണല്ലോ പ്ലാൻ വന്നത് മുകളിലോട്ട് റൂം എടുക്കാന്നുള്ളത്. അപ്പം ചെന്നപ്പോൾ ഈ ജനൽ കിട്ടി. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത് ഒരു സ്റ്റുഡിയോ റൂമൊക്കെ പോലെ ഇരിക്കും നമ്മുടെ. നമ്മൾ ഈ രണ്ട് ഇവിടെയും മാത്രമേ കമ്പി വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ കെട്ടിയേക്കുക. ഇതാണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളി വ്യൂ. വൈറ്റ് വാഷ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ ലുക്കാണ് കേട്ടോ. കാണാൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ. കാണിച്ച ക്ലിപ്പ് തന്നെ ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നും കേട്ടോ. പക്ഷേ അങ്ങനെയല്ല, വൈറ്റ് വാഷ് ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാനിത്. ആ സ്റ്റെയറിൻ്റെ തൊട്ട് താഴെയുള്ളത് നമ്മുടെ കോമൺ ബാത്റൂമാണ്. പിന്നെ ഞങ്ങളുടെ റൂമിൽ മാത്രമേ അറ്റാച്ച്ഡ് ബാത്റൂമുള്ളൂ. അപ്പോൾ പണിയൊക്കെ ഫുള്ള് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇവിടേക്ക് ഒന്ന് അടിച്ച് വാരി ഫുള്ള് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനി നമ്മുടെ അടുത്ത പണിയെന്ന് പറയുമ്പോഴത്തേക്കും ടൈൽസ് ഇടണം, പ്ലംബിങ്, വയറിങ്. ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ എന്തായാലും ഓരോരോ പണികളായിട്ട് വേഗം തീർക്കാൻ നോക്കണം. അപ്പോൾ അത് ഇതിലിരിക്കുന്ന സാധനങ്ങളൊക്കെ പണിക്കാരുടെയാണ് കേട്ടോ. ഏത് പണിക്കാരുടെയാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, അവരതവിടെ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് കണ്ടില്ലേ, നല്ല ബോറായിട്ട് കിടക്കുവാണ്. ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ ഹാളിലുള്ളതാണ് കേട്ടോ. ഇങ്ങനെ കമ്പി കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ ചെയ്തിട്ടുണ്ട്. ജനലൊക്കെ പെയിൻ്റ് അടിച്ചപ്പോൾ നല്ല ഭംഗിയായി കേട്ടോ. ഫുള്ള് വൈറ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും അപ്പുറത്തെ സൈഡിലെ ജനലിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ടെക്സ്ചർ പെയിൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ബോറായിരിക്കും. പ്രത്യേകിച്ച് അവിടെ ഡിസൈനൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും നോക്കിയിട്ട് അതിൻ്റെ രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓരോ അപ്ഡേഷൻസ് ഞാൻ തരാവേ.